വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന, ഒരു തവണ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ തോന്നുന്ന ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പി ആട്ടോ ഇന്ന് കാണിക്കുന്നത്. നല്ല സോഫ്റ്റാണ് കേട്ടോ ഇത്, കഴിക്കാനും നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇന്ന് തയ്യാറാക്കിയെടുക്കുന്നത് ക്യാരറ്റ് പോളയാണ്. അപ്പോൾ 3 മീഡിയം സൈസുള്ള ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറിയ പീസായിട്ട് കുക്കറിലിട്ട് വേവിച്ചെടുത്ത് ഇങ്ങനെ തണുത്തതിന് ശേഷം വെള്ളം ഊറ്റിക്കളഞ്ഞ് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 3 കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂണ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കുക. ഞാൻ ഇവിടെ 3 ടേബിൾ സ്പൂണാട്ടോ എടുത്തിട്ടുള്ളത്. അതെനിക്ക് കറക്റ്റ് മധുരമായിരുന്നു കേട്ടോ. പിന്നെ അതിലേക്ക് 3 ഏലക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് മിക്സിയുടെ ജാർ അടച്ചു വെച്ചിട്ട് നല്ല രീതിയിൽ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക കേട്ടോ. ഇനി നമുക്കൊരു സോസ് പാൻ എടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് മുകളിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് കോരിയെടുക്കാം. അതിൽ നിന്ന് കോരിയെടുത്ത ശേഷം ആ ഒരു നെയ്യ് അതിൽ തന്നെ കിടന്നോട്ടെ കേട്ടോ. ഒരുപാട് നെയ്യൊന്നും വേണ്ട കേട്ടോ. ഒരുപാടുണ്ടെങ്കിൽ അത് മാറ്റി വെക്കണേ. അപ്പോൾ അതാ ഇത് നിന്ന് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു നെയ്യ് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചെറിയ തീയിലിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് കരി എന്ന് പേടിയുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ഒരു പഴയൊരു തവ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വേണ്ടിട്ട് ഇത് വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് നെയ്യ് എല്ലാ ഭാഗത്തേക്കും ചുറ്റിച്ച് കൊടുത്ത ശേഷം അതിലേക്ക് ഈ ഒരു ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നിരത്തി കൊടുക്കുക കേട്ടോ. കറക്റ്റായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് 10 മിനിറ്റ് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഹാഫ് കുക്കായിട്ടുണ്ടാവും. അതിന് ശേഷം നമുക്കതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്തിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും അടച്ച് വെക്കുക ഒരു 10 മിനിറ്റ് കൂടെ. അങ്ങനെ ടോട്ടൽ 20 മിനിറ്റ് ആട്ടോ ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് എടുത്തിട്ടുള്ള ടൈം. അപ്പോൾ മുകളിലൊക്കെ തൊട്ട് നോക്കുന്ന സമയത്ത് ഒട്ടുന്നില്ല എന്നുള്ളത് കണ്ടാൽ ചൂടാറിയതിന് ശേഷം നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാം. എനിക്ക് ചൂടാറോളം വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ചെറിയൊരു പോർഷൻ ആ ഭാഗത്ത് ഒന്ന് എടുത്ത സമയത്തൊന്ന് ഇതായിട്ടോ കുഴപ്പം പറ്റി. എന്നാലും കുഴപ്പമില്ല, കട്ട് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. അതുമാത്രമല്ല ടേസ്റ്റിയുമാണ് കേട്ടോ. ഒരു തവണ ഉണ്ടാക്കി നമുക്ക് വീണ്ടും ഉണ്ടാക്കിയെടുക്കാൻ തോന്നിയത്. ഉണ്ടാക്കിയതേ ഓർമ്മയുള്ളൂ, പാത്രം കാലിയായ വഴി കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റാണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ.